നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. വീണ്ടും ദൈവപിതാവിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് നമുക്ക് വചനം പഠിക്കുവാനായിട്ട് ഈ രാത്രിയിലും കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പഠന പരമ്പരയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയമുള്ള ദൈവജനത്തെയും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുതൽ പുതിയ ഒരു ലേഖന പഠനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഈ പഠനത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഉത്സാഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഒരു ക്ലാസ് നമുക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ അനേക കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവജനം എല്ലാ വെള്ളിയാഴ്ചകളിലും കൃത്യമായിട്ടുള്ള ഈ സമയത്ത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഈ വചന പഠന പരമ്പരയിൽ പ്രാർത്ഥനയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ വചനം പഠിക്കണം എന്നുള്ളതായ താല്പര്യത്തോടുകൂടെ ഒരുങ്ങി കടന്നു വന്ന് സംബന്ധിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് മുതൽ നമ്മൾ യൂദായുടെ ലേഖനമാണ് പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. കേവലം ഒരു ചാപ്റ്റർ മാത്രം, ഒരു ചാപ്റ്റർ എന്ന് പോലും നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. 25 വാക്യങ്ങൾ മാത്രമാണുള്ളത്. വേണമെങ്കിൽ ഒരു ചാപ്റ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ 25 വാക്യങ്ങൾ മാത്രമുള്ളതായ ഒരു ലേഖനം വിശുദ്ധ ബൈബിളിൽ 65-ാമത്തെ പുസ്തകമായിട്ട് 2 പേജുകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒരു ലേഖനം. കേവലം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ക്ലാസ്സുകൾ കൊണ്ട് ഇത് പഠിപ്പിച്ച് തീർക്കുവാനായിട്ട് കഴിയത്തില്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ അങ്ങനെയുള്ള ചിന്തയോടുകൂടെ ആരും ഈ പഠനത്തിന് ഇരിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കഴിയുന്നിടത്തോളം വിശദമായിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ ലേഖനം പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പതിയെ മാത്രമായിരിക്കും ഇത് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഈ തിരുവചനം മനസ്സിലാക്കേണ്ടുന്ന വിധത്തിൽ മനസ്സിലാക്കിയെടുക്കുവാൻ തക്കവണ്ണം സ്വർഗം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ തിരുവചനത്തിൻ്റെ മുൻപിൽ ആയിരിക്കാം. യൂദായുടെ ലേഖനം. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷനിലേക്ക് നമുക്കൊന്ന് പോയിട്ട് ഈ ലേഖനത്തിലേക്കൊന്ന് കടന്നു വരാം. നമുക്കെല്ലാവർക്കും അറിയാം, യൂദായുടെ പേരിൽ മറ്റൊരു ലേഖനമോ ഒന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ യൂദ ആരാണ് എന്നുള്ളതും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം നന്നായിട്ട് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലെ സഹോദരന്മാരിൽ ഒരുവനാണ് ഈ പറയുന്നതായിട്ടുള്ള യൂദ എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ യൂദായുടെ സഹോദരൻ യാക്കോബ്, ഈ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിൽ ജീവിച്ചിരുന്നതായിട്ടുള്ള വേളയിൽ യേശു കർത്താവിൻ്റെ ഡിവിനിറ്റിയെ അംഗീകരിച്ചവരായിരുന്നില്ല എന്നുള്ളത് ഓർക്കണം. അതായത് സ്വന്തം സഹോദരന്മാരാൽ വിശ്വസിക്കപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. സ്വന്തം സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളത് പ്രാരംഭത്തിലെ ഓർക്കണം. എന്നാൽ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവിൽ വിശ്വസിക്കുവാൻ മുഖാന്തരമായി തീർന്ന 2 പ്രിയപ്പെട്ടവരാണ് ഈ യൂദായും യൂദായുടെ സഹോദരനായിരിക്കുന്ന യാക്കോബും എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കണം, ആരാണ് ഈ ലേഖനം എഴുതിയത്? ഇത് യൂദ. ഈ യൂദ ആരാകുന്നു എന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
സഹോദരൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 55, 56 വാക്യങ്ങൾ, അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, ഇവിടങ്ങളിലൊക്കെ യൂദ യേശു കർത്താവിൻ്റെ സഹോദരനായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൽ മറ്റ് 2 യൂദാമാരെ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മറ്റ് 2 യൂദാമാർ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും യേശുവിൻ്റെ 12 അപ്പോസ്തോലന്മാരിൽ ശിഷ്യന്മാരിൽ പെട്ടവരായിരുന്നു മറ്റ് 2 യൂദാമാരും എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു യൂദ നമുക്ക് വളരെ ഫേമസ് ആണ്, ഇസ്കാരിയാത്ത് യൂദ. അദ്ദേഹം വളരെ ഫേമസ് ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. രണ്ടാമത്തെ യൂദ എന്ന് പറയുന്നത് അൽഫായുടെ മകനായിട്ടുള്ള യൂദ. മത്തായിയുടെ സുവിശേഷത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്, തദായി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യൂദ, അൽഫായുടെ മകൻ യൂദ, അല്ലെങ്കിൽ അൽഫായുടെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ സഹോദരനായിട്ടുള്ള യൂദ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യവും, പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യവും 26-ാമത്തെ വാക്യവും നോക്കുന്ന വേളയിൽ ഈ 2 യൂദാമാരെക്കുറിച്ചും, ഇസ്കാരിയാത്ത യൂദായെക്കുറിച്ചും അൽഫായുടെ മകനായിരിക്കുന്ന യൂദായെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 2 യൂദാമാരും യേശുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണ്. എന്നാൽ യേശുവിൻ്റെ സഹോദരനായിരിക്കുന്ന യൂദ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ പെട്ട വ്യക്തിയല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ യൂദായുടെ സഹോദരനായിരിക്കുന്നതായ യാക്കോബ് എഴുതിയ ലേഖനവും വേദപുസ്തകത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. യേശുവിൻ്റെ മറ്റൊരു സഹോദരനാണ് യാക്കോബ് എന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ യാക്കോബിനെ പോലെ തന്നെ യാക്കോബും ഈ യൂദായും യേശു കർത്താവ് ക്രൂശ് മരണം വരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിൽ വിശ്വസിക്കാത്ത 2 വ്യക്തികളായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഡിവൈൻ പവറിൽ വിശ്വസിക്കാത്ത 2 വ്യക്തികളായിരുന്നു. മറ്റുള്ളവരെ പോലെ വിശ്വസിക്കാത്തായിട്ടുള്ള ആൾക്കാരായിരുന്നു. എന്നാൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം, ആഫ്റ്റർ ദ റിസറക്ഷൻ, ദീസ് 2 ഗൈസ് ബിലീവ്ഡ് ഇൻ ജീസസ് ആൻഡ് ദേ ബിക്കെയിം ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരായി തുടർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നവരാണ് അവർ രണ്ടുപേരും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ യൂദായെക്കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ യൂദായും വിവാഹിതനായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ്, അതായത് കേഫാവ്, പത്രോസും യേശുവിൻ്റെ സഹോദരന്മാരും, അവരെക്കുറിച്ച് അവിടെ ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ അതിൻ്റെ 9-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ഞാൻ വേണമെങ്കിൽ വേഗം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 9 വേഴ്സ് 5. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ശേഷം അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരം ഇല്ലയോ? ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നതാണ്. ഡു വി നോട്ട് ഹാവ് ദ റൈറ്റ് to take along a believing wife, as do the other apostles and the brothers of the Lord and Kepha എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം വിവാഹിതരായിരുന്നു ഇവർ എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് ഒന്ന് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ബുക്ക്, ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് വേഗം നമുക്കൊന്ന് ചിന്തിക്കാം. മെയിൻലി ഈ ലേഖനം ഫോക്കസ് ചെയ്യുന്നത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പൊതുവിൽ മറ്റുള്ളതായ വിശ്വാസികൾക്ക് വേണ്ടി കൂടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നതെന്ന് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കോണം. പർട്ടിക്കുലർലി ദിസ് എപ്പിസോഡ് ഈസ് ഫോക്കസിങ് ഓൺ ജൂവിഷ് ക്രിസ്ത്യൻസ് ആൻഡ് ഇൻ ജനറലി അതർ ബിലീവേഴ്സ്. അങ്ങനെ വേണം നമ്മളത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട്. ഈ പുസ്തകത്തിന് ഒരു പ്രധാനപ്പെട്ട തീമുണ്ട്: ഫൈറ്റ് ഫോർ ദ ഫെയ്ത്ത്. വിശ്വാസത്തിനു വേണ്ടി പോരാടുക എന്നുള്ളതാണ് ഈ യൂദ ലേഖനത്തിലെ മെയിൻ തീം എന്നുള്ളത് ഓർത്തുകൊള്ളണം. അത് നമ്മുടെ ഹൃദയത്തിൽ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഫൈറ്റ് ഫോർ ദ ഫെയ്ത്ത് എന്നുള്ളതാണ്.
ഇവിടെ ഈ ലേഖനത്തെ കുറിച്ച് അപ്പോസ്തലൻ യൂദ എഴുതുവാനായിട്ട് തുടങ്ങുമ്പോൾ ആക്ച്വലി അദ്ദേഹം ഫൈറ്റ് ഫോർ ദ ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതായ ഒരു സബ്ജക്റ്റ് ആയിരുന്നില്ല എഴുതുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ താല്പര്യം സാൽവേഷനെ കുറിച്ച്, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ച് താല്പര്യപ്പെട്ടത്. എന്നാൽ ദൈവം കൊടുത്തതായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള നിയോഗപ്രകാരമാണ് അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി വിശ്വാസികൾ പോരാടേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എഴുതുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് 4-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇനി നമ്മൾ ഈ ലേഖനത്തിൻ്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, ഈ പുസ്തകം ഞാൻ ഓർപ്പിച്ചല്ലോ, എഴുതുവാനായിട്ടുണ്ടായതായ ഒരു സാഹചര്യമുണ്ട്, ഒരു സിറ്റുവേഷൻ. എന്താണ് ആ സിറ്റുവേഷൻ? ഇവിടെ താൻ മറ്റൊരു സബ്ജക്റ്റ് എഴുതുവാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത് തയ്യാറായത്. എന്നാൽ അതിനെക്കുറിച്ച് എഴുതുവാനായിട്ട് വന്നതായ ഈ വ്യക്തി, ഈ യൂദ, അദ്ദേഹം അത് മാറ്റി ചിന്തിക്കുവാൻ ഇടയായതിൻ്റെ കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ, ഇത് എഴുതിയത് വിശ്വസിക്കുന്നത് ഏകദേശം AD 65 കാലഘട്ടത്തിലാണ് ഈ പുസ്തകം, ഈ ലേഖനം എഴുതുവാനായിട്ട് ഇടയായി തീർന്നത്. ആ കാലഘട്ടത്തിൽ അന്നത്തെ സഭകളിൽ, ഏർലി ക്രിസ്ത്യൻ ചർച്ചസിൽ ഒക്കെ ഉണ്ടായതായിട്ടുള്ള ദുരുപദേശത്തിൻ്റെ ഒരു വലിയ ഒഴുക്ക്, അല്ലെങ്കിൽ ഒരു ദുരുപദേശങ്ങൾ, ഫോൾസ് ടീച്ചിങ്സ് ദൈവ മക്കളുടെ ഇടയിലേക്ക് കടന്നു കയറുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ യൂദ മാത്രമല്ല ഈ ഫോൾസ് ടീച്ചിങ്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് തൻ്റെ 2 ലേഖനങ്ങളിലും അല്പമായിട്ട് ഈ ഫോൾസ് ടീച്ചിങ്സിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ 3 ലേഖനങ്ങൾ എഴുതുന്നതായിട്ടുള്ള സമയത്ത് സഭയിൽ കടന്നുകൂടുന്നതായിട്ടുള്ള ദുരുപദേശങ്ങളെക്കുറിച്ച് അല്പമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇവിടെ യൂദ കുറച്ചുകൂടെ വിശദമായിട്ട് ആ കാലഘട്ടങ്ങളിൽ സഭയിൽ ഉണ്ടായതായിട്ടുള്ളതായ ദുരുപദേശങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്നതായിട്ടുള്ള വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി, അതായത് വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകുന്നു, യേശുക്രിസ്തുവിങ്കിലുള്ളതായ വിശ്വാസം നഷ്ടപ്പെടുന്നു. അപ്പം ആ ഒരു വിശ്വാസത്തിൽ നിന്ന്, യേശുക്രിസ്തുവിൽ നിന്ന് വ്യതിചലിക്കുന്നു, യേശുക്രിസ്തുവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുന്നു, വിശ്വാസത്യാഗം സംഭവിക്കുകയാണ്. വിശ്വാസത്തെ ഉപേക്ഷിച്ച് പോകുന്നതായ ഒരു പരിതസ്ഥിതി, അതിന് കാരണമായി തീർന്നത് അനേക ദുരുപദേശങ്ങൾ സഭയിൽ രംഗപ്രവേശനം ചെയ്തതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പം നമ്മൾ ചിന്തിക്കും, ഈ യൂദായുടെ ലേഖനം ഇന്ന് ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് പ്രസക്തിയാണ് ഇതിന് ഉള്ളത് എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ യൂദായുടെ ലേഖനം ഈ നാളുകളിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിനും ചിലതൊക്കെ തിരിച്ചറിയുവാനും നമ്മളെ തന്നെ ക്രമീകരിക്കുവാനും നമ്മൾ ജീവിക്കുന്നതായ സാഹചര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ടുള്ളൊരു അവസരം കൂടെയാണ്. AD 65, 60, 65, 70 കാലഘട്ടങ്ങളിൽ ദൈവജനത്തിൻ്റെ നടുവിലേക്ക് ദുരുപദേശത്തിൻ്റെ ഒരു തള്ളിച്ചലുണ്ടായി. സഭയിൽ ദുരുപദേശം കടന്നു കയറുവാനായിട്ട് ഇടയായി തീർന്നു. അത് മുഖാന്തരം വിശ്വാസത്യാഗം സംഭവിക്കുന്നു. അത് AD 65 കാലഘട്ടങ്ങളിൽ നടന്നതാണല്ലോ എന്നുള്ള ചിന്തയോടുകൂടെ ഇരിക്കാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടെ നാം പരിശോധിച്ച് വേണം മുൻപോട്ട് പോകേണ്ടത്. തിരുവചന പഠനം എന്ന് പറയുമ്പോൾ കേവലം ഇതിനകത്തെ കാര്യങ്ങൾ പറഞ്ഞു തരിക മാത്രമല്ല, പ്രസന്റ് കോണ്ടെക്സ്റ്റുമായിട്ട് വചനം എങ്ങനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് കൂടെ പരിശോധിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ തലമുറയുടെ ഇടയിൽ
ഏറ്റവും അധികമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അങ്ങനെ വിശ്വാസത്യാഗം അതിൻ്റെ മൂർധന്യതയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ദൈവാലയങ്ങൾ അടച്ചിടുവാൻ കാരണമായി മാറുന്നു? എന്തുകൊണ്ട് അനേകർ വിശ്വാസം വിട്ട് മറ്റ് മതങ്ങളുടെ പുറകാലെ പോകുന്നു? നമ്മളെപ്പോഴും എന്തും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ, ഫോറിൻ കൺട്രീസ് എന്നുള്ള പേര് പറയും. എന്തിനാണ് ഫോറിൻ കൺട്രീസിനെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നത്? അതിനെക്കാട്ടിലും വലിയ വിശ്വാസത്യാഗം ഇന്ന് നമ്മുടെ നാട്ടിൽ, ഭാരതത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ലേ എന്നുള്ളത് ഓർത്തുകൊള്ളാം. നമ്മുടെ കേരളത്തിൽ ഇത് സംഭവിക്കുന്നില്ലേ? നാം പാർക്കുന്ന സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ലേ എന്നുള്ളത് ഓർക്കണം. നമ്മുടെ ജനറേഷനുകൾ, വിശ്വാസത്തിൽ നിൽക്കുന്നവർ, ബിലീവേഴ്സായിട്ടുള്ളവർ ഇന്ന് വിശ്വാസത്യാഗം സംഭവിച്ച് ഈ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? യൂദ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ദൈവമക്കൾ ഈ അതിവിശുദ്ധ വിശ്വാസം, നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈറ്റ് ഫോർ ദ ഫെയ്ത്ത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം 25 വാക്യങ്ങൾ പഠിക്കുന്ന സമയം മുഴുവനും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ചിന്ത എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടുക, ഫൈറ്റ് ഫോർ ദ ഗുഡ് ഫെയ്ത്ത് എന്നുള്ളതായ ആ തീം അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി നമ്മൾ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് പോവുകയാണ്. ബൈബിളിലെ കരങ്ങളിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ യൂദായുടെ ലേഖനം എടുത്തു വെച്ച് ഇനിയുള്ളതായ വാക്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1-ാമത്തെ വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാം. 1ഉം 2ഉം വാക്യങ്ങൾ മാത്രം ഇന്ന് വായിക്കുകയാണ്. ആ 2 വാക്യങ്ങൾ തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർക്കാം. ഇപ്പം തന്നെ നിങ്ങൾ ഉള്ളിൽ ചിന്തിക്കുമായിരിക്കും, അച്ഛൻ എത്ര നാളുകൊണ്ടായിരിക്കും ഇത് തീർക്കാനായിട്ട് പോകുന്നതെന്ന്. തീർച്ചയായിട്ടും സമയമെടുക്കും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമുക്കായിരിക്കാം. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ജൂഡ്, എ സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്രദർ ഓഫ് ജെയിംസ്, ടു ദോസ് ഹു ആർ കോൾഡ്, beloved in God the Father and kept for Jesus Christ, may mercy, peace and love be multiplied to you. യൂദ തന്നെ ഒന്ന് പരിചയപ്പെടുകയാണ്. എ സെൽഫ് ഇൻട്രഡക്ഷൻ. വിശുദ്ധ പൗലോസും ഇതുപോലെ തന്നെയാണ്. താൻ ലേഖനങ്ങൾ എഴുതുവാനായിട്ട് പോകുന്നതായിട്ടുള്ള വേളയിൽ തന്നെ ഒന്ന് സെൽഫ് ഇൻട്രഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹം മുൻപോട്ട് പോകുന്നത്, ഓരോ ലേഖനങ്ങളും ആരംഭിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന യൂദായും തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് ലേഖനം ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. എന്താണ് തൻ്റെ പരിചയപ്പെടുത്തൽ? അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജൂഡ്, എ സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താ അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം? ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിലും ഒക്കെ ഈ യൂദായെ ഇങ്ങനെ അല്ലല്ലോ പരിചയപ്പെടുത്തുന്നത്. സുവിശേഷം അദ്ദേഹത്തെ നമുക്ക് ഇങ്ങനെ അല്ലല്ലോ പരിചയപ്പെടുത്തി തരുന്നത്. അവിടെയൊക്കെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? യേശു കർത്താവിൻ്റെ സഹോദരൻ എന്നുള്ളതായ ഒരു ലേബലുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ ഈ ലേഖനം താൻ സ്വയമായിട്ട് എഴുതുന്നതായിട്ടുള്ള വേളയിൽ ആ ലേബൽ തനിക്കില്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. താൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ പരിചയപ്പെടുത്തുന്നതെന്ന് ഓർത്തുകൊള്ളാം. വേണമെങ്കിൽ അദ്ദേഹത്തിന് പരിചയപ്പെടുത്താം, ഐ എം ദ ബ്രദർ ഓഫ് ക്രൈസ്റ്റ് ജീസസ്, യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ. അതൊരു പ്രിവിലേജാണ്, അതൊരു വലിയ പ്രിവിലേജാണ്. അപ്പം നമുക്കറിയാം, നമുക്കൊരു അല്പം സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ
സമൂഹത്തിൽ അല്പം പിടിപാടുള്ളവരാണ്, അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള പൊസിഷൻസിൽ ഇരിക്കുന്നവരാണ്, അങ്ങനെയുള്ളതായ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലായ്പ്പോഴും അവരുടെ ആ ലേബൽ ഉപയോഗിച്ച് നമ്മളെ പരിചയപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് എന്താണ്, സമൂഹത്തിൽ കുറച്ചുകൂടെ പ്രിവിലേജ് ലഭിക്കും. ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അല്പം പ്രിവിലേജ് നമുക്ക് കൂടുതൽ ലഭിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് തീർച്ചയായിട്ടും മാനുഷിക സ്വഭാവം അനുസരിച്ചിട്ട് ആ പ്രിവിലേജുകൾ അനുഭവിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്നാൽ യൂദായെ സംബന്ധിച്ചിടത്തോളം ഹി നെവർ ടുക്ക് ദാറ്റ് പ്രിവിലേജ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ എന്നുള്ളതായ ആ ഒരു പ്രിവിലേജ് ആ മനുഷ്യൻ എടുക്കുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും. മറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്നുള്ളതായ പേര്. ഇന്ന് രാത്രിയിൽ ഈ തിരുവചന പഠനത്തിൻ്റെ ആദ്യ ക്ലാസ്സിലായിരിക്കുന്നതായിട്ടുള്ള നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുവാനായിട്ടുള്ളതായ ഒരു ചോദ്യം ഇതാണ്: നാം എങ്ങനെ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു? നാം എങ്ങനെ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു? ഈ പുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന, യൂദാ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ആദ്യ ചോദ്യമാണ് നാം എങ്ങനെ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഈ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കും. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കവർ ചെയ്യാം. ഇവിടെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഐ ആം എ സെർവൻറ്റ്, ഞാൻ യേശുവിൻ്റെ ദാസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള ഗ്രീക്ക് പദം ഡ്യൂലോസ് അഥവാ അടിമ, സ്ലേവ് എന്നുള്ളതായ ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് പരിവർത്തനം ചെയ്യുമ്പോൾ സെർവൻറ്റ് എന്നുള്ളതായ ഒരു പദത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു വ്യക്തി ഞാൻ ഇന്ന ആളിൻ്റെ സെർവൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഈ യൂദാ പറയുന്നു ഞാൻ കർത്താവിൻ്റെ ദാസനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആരാണ്? ഹി ഈസ് മൈ മാസ്റ്റർ. അവൻ എൻ്റെ യജമാനൻ എന്ന് അംഗീകരിക്കുക. ഒരു സഹോദരൻ എന്നുള്ളതിലും ഉപരിയായി യേശു കർത്താവ് അവൻ ആരാണ്? യേശു കർത്താവ് അവനൊരു യജമാനനാണ്. ഒരു ദാസൻ എന്നുള്ള പദവിയിൽ ഒരു വ്യക്തി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു മാസ്റ്റർ ഉണ്ടായിരിക്കണം, ഒരു യജമാനൻ ഉണ്ടായിരിക്കണം. മറിച്ച് സഹോദരൻ എന്നുള്ളതായ പദവിയിലാണ് യേശു കർത്താവിനെ കാണുന്നതെങ്കിൽ ഈ യൂദായുടെ ജീവിതത്തിൽ മറ്റൊരു മാസ്റ്റർ ഉണ്ടാവണം. അതാണ് അതിനർത്ഥം. അപ്പം അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താണ്? യേശു കർത്താവ് എൻ്റെ സഹോദരനല്ല, ഞാൻ യേശുവിൻ്റെ ദാസനാണ്. യേശു എൻ്റെ ആരാണ്? യേശു എൻ്റെ യജമാനൻ. അപ്പം യജമാനൻ എന്ന് പറയുമ്പോൾ എന്താണ്? കർത്തൃത്വം നടത്തുന്ന ആൾ, ലോഡ്ഷിപ്പ്, എന്നിൽ കർത്തൃത്വം നടത്തുന്ന ആൾ. കാരണം ഒരു സെർവന്റിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഇഷ്ടങ്ങളൊന്നുമില്ല, സ്വന്തം ഹിതങ്ങളില്ല, സ്വന്തം ആഗ്രഹങ്ങളൊന്നുമില്ല. കാരണം യജമാനന് വേണ്ടി പരിപൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യജമാനൻ്റെ ഇഷ്ടം എന്തോ അതാണ് തൻ്റെ ഇഷ്ടം. യജമാനൻ എന്ത് തന്നെ ഭരമേൽപ്പിക്കുന്നു അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ മാസ്റ്ററാണ്. കാരണം എൻ്റെ യജമാനൻ എന്നോട് എന്ത് പറയുന്നു ആ യജമാനൻ പറയുന്നതിന് അനുസരിച്ച് മുൻപോട്ട് പോവുക. അപ്പോൾ സെർവൻ്റ് എന്ന് പറയുമ്പോൾ യജമാനന് പരിപൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ടവനും കീഴടങ്ങിയിരിക്കുന്നവനും അനുസരിക്കുന്നവനും വിധേയപ്പെട്ടവനുമായിരിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഒരു സെർവൻ്റ് എന്ന് പറയുമ്പോൾ യജമാനന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടവനായിരിക്കണം, യജമാനനെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവനായിരിക്കണം, യജമാനനായിട്ട് തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം, പിന്നെ യജമാനന് വിധേയപ്പെട്ടവനായിരിക്കണം. അപ്പം താനല്ല ജീവിക്കുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല. അതായത് ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ ഓണറായിട്ട്, മാസ്റ്ററായിട്ട്, യജമാനനായിട്ട് കടന്നു വന്നപ്പോൾ പൗലോസ് പറയുകയാണ്, ഇന്നലെ വരെ ഞാനായിരുന്നു, ഇന്ന് മുതൽ ഞാനല്ല. ദ വെരി മൊമെൻറ്റ് പോൾ
accepted Jesus as his personal savior, that moment onwards, he submitted completely to Jesus Christ. And he is saying that there is no I in me. Jesus lives in my life. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇതാണ് ഒരു സെർവൻ്റ് അഥവാ അടിമ, ഒരു ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? നമുക്കൊരു മാസ്റ്റർ ഉണ്ടായിരിക്കണം. ആ മാസ്റ്ററിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിൽ കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് സമർപ്പിക്കപ്പെട്ട് ജീവിക്കുന്നതായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൂടെ അല്പം ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യജമാനൻ്റെ ഹൃദയപ്രകാരം മാത്രം ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദാസൻ. അതാണ് ഞാൻ പറഞ്ഞത്, പരിപൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളൊന്നുമില്ല, യജമാനൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ആവേണ്ടുന്നത് പോലെ കർത്താവിനായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടെയാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ തനിക്ക് ഒത്തിരി പ്രിവിലേജസ് ഉണ്ട്, എന്നാൽ ആ പ്രിവിലേജുകളെല്ലാം കളഞ്ഞിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? ഞാൻ യേശുവിൻ്റെ ദാസനാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ച ചോദ്യം, നാം എങ്ങനെ അറിയപ്പെടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുവാനായിട്ടുള്ള ചോദ്യം വന്നത്. അതുകൊണ്ട് യജമാനൻ്റെ ഹൃദയപ്രകാരം മാത്രം ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദാസൻ എന്നുള്ളതായ പദവിയിൽ ആയിരിക്കുന്നത്. അതായത് സ്വന്തം ഇഷ്ടങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യമില്ലാത്തവൻ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം ഇല്ലാത്തവൻ കർത്താവിൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവഹിതമാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് നിവർത്തിക്കപ്പെടേണ്ടത്. സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ട് കൊടുക്കുന്നതായിട്ടുള്ള അനുഭവം. അതുകൊണ്ട് തന്നെ ബീയിങ് എ സെർവൻറ്റ് ഇസ് എ ചലഞ്ചിങ് വൺ. അതായത് ദാസനാവുക എന്നുള്ളത് ഒരു ഭയങ്കര വെല്ലുവിളി നിറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. നമുക്കൊക്കെ വേണമെങ്കിൽ പറയാം, ഓരോ ലെറ്ററൊക്കെ എഴുതുമ്പം ആ ലെറ്ററിന് അടിയിൽ കർത്താവിന് വേലക്കാരാണെങ്കിൽ ഇൻ ക്രൈസ്റ്റ് സർവീസ് ഇൻ ഹിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, ഒരു ദാസൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വെല്ലുവിളിയാണ്. നമുക്ക് ആർക്കും പെട്ടെന്ന് സാധിക്കുന്ന ഒരു സംഗതി അല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വാക്യത്തിന് അല്പം സ്ട്രെസ് ചെയ്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കണം. നമ്മളാരും ഇന്നുവരെ യഥാർത്ഥ ദാസ്യത്വത്തിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. ഒരു സംശയവും വേണ്ട, ഒരു അതിശയോക്തിയും അതിനകത്തില്ല. നമ്മൾ ആരും ഇന്ന് വരെ യഥാർത്ഥ ദാസ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് ദാസനായി തീരുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിച്ച് സമ്പൂർണമായി മറ്റൊരാളുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കപ്പെടുന്ന ഒരനുഭവം. അത് പോസിബിൾ ആണോ ഇല്ലയോ എന്ന് ചിന്തിക്കുക. ഭയങ്കരമായിട്ടുള്ളൊരു ചലഞ്ചാണിത്. അതത്ര ഈസി ടാസ്ക്കായിട്ട് ആരും എടുക്കുവാനായിട്ട് പാടില്ല. നമുക്ക് പറയാനായിട്ട് സാധിക്കും, നാം ക്രിസ്തുവിൻ്റെ അടിമയാണ്, ക്രിസ്തുവിൻ്റെ ദാസനാണ്, ദാസിയാണ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ ആ അവസ്ഥയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് എന്നോർത്തുകൊള്ളാം. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വളരെ നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു വാക്യങ്ങളാണല്ലോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5 to 8. അവിടെ ചില വിവരണങ്ങളുണ്ട്. യേശു കർത്താവ് എങ്ങനെയാണ് ദാസനായി തീർന്നത് എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ്, ഇപ്പം നമ്മുടെ ചിന്ത എന്താണ്? എങ്ങനെയാണ് ഒരു ദാസനായി ദാസിയായി മാറുക? യേശുക്രിസ്തുവിൻ്റെ ദാസനായി തീരുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞിരിക്കുന്നതാണ്. ഒരു ഭയങ്കരമായിട്ടുള്ളതായ ഒരു ചലഞ്ചാണത്. ആ അവസ്ഥയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായിട്ടുള്ളതായ അനുഭവം കൂടെയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് ദാസൻ എന്ന് പറയുന്ന വേർഡിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഈ ഫിലിപ്പിയ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് യേശു കർത്താവ് ഒരു ദാസനായി മാറിയത്, അതിന് അദ്ദേഹം എന്താണ് ചെയ്തത് എന്നുള്ളതാണ്. 2:5 മുതൽ 8 വരെ
അവിടെ വിവരിക്കുന്നത് എന്ന് ഓർത്തോളും. അവിടെ നമുക്ക് കാണാനായിട്ട് വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, അവൻ തന്നെത്താൻ ഒഴിച്ചു അല്ലെങ്കിൽ തന്നെത്താൻ ത്യജിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നുണ്ടേ, വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഫെമിലിയർ പാസേജ് ആയതുകൊണ്ടുമാണ് ഞാനത് എടുത്ത് വായിപ്പിക്കാത്തത്. എന്തൊക്കെയാണ് കർത്താവ് അവിടെ ത്യജിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ്, ചിലതൊക്കെ സാക്രിഫൈസ് ചെയ്തെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ദാസൻ ദാസി എന്നുള്ളതായ ആ ലെവലിലേക്ക് നമുക്ക്, പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരും. ഇപ്പം നമ്മൾ വിചാരിക്കും ഈ ദാസൻ എന്നൊക്കെ പറയുന്നത് ഒരു ലോവർ സ്റ്റേറ്റ് ആണല്ലോ എന്ന് ചിന്തിക്കും. ആത്മീയ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദാസൻ ദാസി എന്ന് പറയുന്നത് ഹൈ പ്രിവിലേജ് ആണെന്ന് ഓർക്കണം. ലോകത്തിൽ ഒരു വ്യക്തിയുടെ ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ പ്രൊഫൈലാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ദാസൻ ദാസി എന്ന് പറയുമ്പം ഒരു ഹൈ ഡിഗ്നിറ്റിയാണ്, അതൊരു ഹൈ പ്രൊഫൈലാണെന്ന് ഓർത്തുകൊള്ളാം. അപ്പം ആ ഹൈ പ്രൊഫൈലിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സാക്രിഫൈസായിട്ട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു കർത്താവ് ഈ ഒരു പ്രൊഫൈലിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ശ്രമിച്ചത് എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് 6-ാമത്തെ വാക്യം, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നോർത്തുകൊള്ളണം. അവിടെ പറയുന്നത് ദോ ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗോഡ് ഡിഡ് നോട്ട് കൗണ്ട് ഇക്വാലിറ്റി വിത്ത് ഗോഡ് എ തിങ് ടു ബി ഗ്രാസ്പ്ഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒന്നാമതായിട്ട്, അതായത് ദാസ്യത്വത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്നത് എങ്ങനെയാകുന്നു എന്ന് ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ത്യജിച്ചു, അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഉപേക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒന്ന്, ദൈവരൂപം, ഫോം ഓഫ് ഗോഡ്, ദൈവരൂപം അവൻ ഉപേക്ഷിച്ചു. എന്താ ഈ ദൈവരൂപം, ഫോം ഓഫ് ഗോഡ് എന്ന് പറയുമ്പം എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കർത്താവിൻ്റെ രൂപം എന്താണെന്ന് നമുക്കറിയാമോ? വിശുദ്ധ ബൈബിൾ കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സസ് ഫ്രം 12 ഓൺവേർഡ്സ് നിങ്ങൾക്കത് വായിക്കുന്നതായിട്ടുള്ള സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ എന്നാൽ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെയും ഹിമത്തോളം വെള്ളയും കണ്ണഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഇതാണ് ദൈവരൂപം. ഈ ദൈവരൂപത്തോടെ അല്ല യേശു കർത്താവ് 33 വർഷത്തിൽ പരമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചത്. കേവലം ഒരു മനുഷ്യനായിട്ട്, ഒരു ദാസനായിട്ട്. അപ്പം ഒരു ദാസനായി തീരുവാൻ, അതായത് പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നിർവഹിക്കുവാൻ വേണ്ടി യേശു കർത്താവ് കടന്നു വന്നപ്പോൾ അവൻ ആരായിട്ട് മാറുകയാണ്? ദൈവരൂപം വിട്ടു. ഫോം ഓഫ് ഗോഡ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഞാൻ വായിച്ചതായിട്ടുള്ള ആ അനുഭവങ്ങളെ മുഴുവനും യേശു കർത്താവ് ത്യജിച്ചു. അതാണ് ഒന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം യേശു കർത്താവിൻ്റെ രൂപം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ രൂപം ഭൂമിയിൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പം ഒരു വലിയ പദവി, അല്ലെങ്കിൽ ഒരു വലിയ അവസ്ഥ, ഒരു വലിയ പ്രിവിലേജ് ഒക്കെ ഡിനൈ ചെയ്തതിന് ശേഷം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഒരു ദാസനായിട്ട് ഭൂമിയിൽ വരുന്നു. രണ്ടാമത് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിച്ചില്ല. അതാണ് രണ്ടാമത്തെ സാക്രിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം യേശു കർത്താവ് അവിടെ ചെയ്യുന്നത്. എന്താണ്? ഇക്വാലിറ്റി വിത്ത് ഗോഡ്, അല്ലേ? അപ്പം ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം. ഞാൻ ഒരു കാരണവശാലും എന്താണ്, എൻ്റെ ഡിഗ്നിറ്റി വിട്ട് താഴേക്ക് പോകത്തില്ല, അതിൽ നിന്ന് താഴേക്ക് പോവില്ല, മനുഷ്യരൂപം ഞാൻ എടുക്കില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസ്യരൂപം എടുത്തു. നമുക്കറിയാം ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞത്? വചനത്തെ ദൈവത്തോട്, അതായത് യേശു കർത്താവ് ദൈവത്തോട് സമനായിട്ട്, ദൈവമായിട്ട് ഇരിക്കുന്ന അനുഭവം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ദാസനായി മാറുവാൻ വേണ്ടി യേശു കർത്താവ്
ജീവിതത്തിൽ ചിലതൊക്കെ ത്യജിക്കുകയാണ്. അതിലൊന്ന് തൻ്റെ ഫോം ഓഫ് ഗോഡ്, ദൈവരൂപത്തെ അദ്ദേഹം ത്യജിക്കുന്നു. ദൈവത്തോടുള്ളതായ ഇക്വാലിറ്റി, ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ അതിൽ നിന്ന് താഴുകയാണ്. അതായത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി പിതാവിൻ്റെ ദാസനായിട്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറി, തൻ്റെ പദവികളെല്ലാം മാറി, അല്ലെങ്കിൽ തൻ്റെ ഹൈ പ്രൊഫൈലിനൊക്കെ വ്യത്യാസങ്ങൾ വന്ന് ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളത് ഓർത്തോളം. അതായത് അവിടെ നടക്കുന്നത് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഫോം ഓഫ് ഗോഡ് ടു ഫോം ഓഫ് എ സെർവൻറ്റ്. അതായത് ദൈവരൂപത്തിൽ നിന്ന് ദാസ്യരൂപത്തിലേക്കുള്ളതായ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതെന്താ ദൈവത്തിൻ്റെ ജനമേ? ദാസൻ, ദാസി എന്നൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് മാത്രം പറഞ്ഞു പോകുന്ന ഒരു വേർഡാണ്. ആ വേർഡിൻ്റെ ആഴങ്ങളിലേക്കാണ് നമ്മൾ ഊളിയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് എന്നോർത്തുകൊള്ളും. അതായത് ദൈവരൂപത്തിൽ നിന്ന് ദാസരൂപത്തിലേക്ക് ഒരു യാത്ര. അപ്പോൾ സെർവൻ്റ് ആകുക, ബീങ് എ സെർവൻ്റ് ഓഫ് ജീസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ജേർണി. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ആർക്കും സാധിച്ചെടുക്കുവാൻ കഴിയാത്തതായ ഒരനുഭവമാണ്. ഇതൊരു നീണ്ട യാത്രയാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ളതായ ഒരു നീണ്ട യാത്രയിലാണ് യേശു കർത്താവ് തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നീണ്ട യാത്രയാണ് ദാസ്യത്വത്തിലേക്ക് എന്ന് പറയുന്നത്. ജേർണി ഫ്രം ഫോം ഓഫ് ഗോഡ് ടു ഫോം ഓഫ് എ സെർവൻറ്റ്. അതായത് മലയാള സാഹിത്യകാരനായിരിക്കുന്ന ബഷീറിൻ്റെ ഭാഷയിൽ ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നത് പോലെ ഇമ്മിണി വലിയ ഒന്നുകളോട് വിട പറയുക എന്നുള്ളതായ അനുഭവം. ജീവിതത്തിൽ പ്രാധാന്യമായിരുന്നതായ ചില കാര്യങ്ങളോട് വിട പറയുന്ന അനുഭവം. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് തന്നെ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ വേഗം ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യം, ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് ഈ യാത്ര ചെയ്തത്. അതായത് ഇമ്മിണി വലിയ ഒന്നായിരുന്ന തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ദാസരൂപത്തിലേക്ക് യാത്ര ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം 5 മുതൽ 11 വരെ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക്, അപ്പോൾ നോക്കിക്കോണം, ഈ 4-5 വാക്യങ്ങളിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഹൈ പ്രൊഫൈലാണ് അവിടെ കാണാനായിട്ട് സാധിക്കും. സമൂഹത്തിൽ വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളതായ ഒരു ഫാരസി, ഒരു പരീക്ഷനായിരുന്നു അദ്ദേഹം എന്ന് ഓർത്തുകൊള്ളാം. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം, പദവികൾ, ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർത്തുകൊള്ളാം. എന്നിട്ട് പറയുകയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഇനി അതിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നായിട്ടുള്ള സമയത്ത്, ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ ദാസനായി തീരുവാൻ വേണ്ടി, യഥാർത്ഥ ദാസനായി തീരുവാൻ വേണ്ടി ജീവിതത്തിൽ ത്യജിക്കേണ്ടുന്നതിനെ മുഴുവനും, തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലോകപരമായിട്ട് നോക്കുമ്പോൾ വലിയതായി തോന്നിയതായിട്ടുള്ള കാര്യങ്ങളെ ത്യജിച്ച് താനിപ്പോൾ ആരായിട്ട് മാറിയിരിക്കുകയാണ്? തനിക്ക് ലോകപരമായിട്ട് പ്രാധാന്യമുള്ളത് മുഴുവൻ താൻ ത്യജിച്ചു. അതെല്ലാം ചപ്പും ചവറും എന്നെണ്ണി ഛേദം എന്ന് എണ്ണുന്നതായിട്ടുള്ള അനുഭവം. ഇവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ യാത്ര നമുക്ക് കാണുവാൻ കഴിയുന്നത്. പോൾസ് ജേർണി ഫ്രം ഫോം ഓഫ് ഗ്രേറ്റ് ടു ഫോം ഓഫ് നത്തിങ്. ജീവിതത്തിൽ എന്തോ ശ്രേഷ്ഠതയായിട്ടുണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് ക്രിസ്തു നിമിത്തം ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിലേക്ക് പോകുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം. അപ്പോൾ ബീങ് എ സെർവൻ്റ് എന്ന് പറയുന്നത്, ബീങ് എ സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, ദിസ് ഈസ് എ ജേർണി ഫ്രം സംതിങ് ഗ്രേറ്റ് ടു സംതിങ് നത്തിങ്. ഒരു ശ്രേഷ്ഠതയുടെ അനുഭവത്തിൽ നിന്ന് ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിലേക്കുള്ളതായ ഒരു യാത്രയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ വായിച്ചല്ലോ ഫിലിപ്പിയ ലേഖനം 2-ൽ. അദ്ദേഹം ടു ബി എ സെർവൻറ്റ്, ആ സെർവൻ്റ് ആകുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്ത?
ഹംബിൾ ഹിംസെൽഫ് ആൻഡ് ഒബീഡിയൻറ്റ്, അതായത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി മാറിയെന്നാണ് പറയുന്നത്. അപ്പം ഒബീഡിയൻറ്റ് എവിടെ വരെ ആയിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒബീഡിയൻസ് ടു ഡെത്ത് ഓൺ ദ ക്രോസ്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശു കർത്താവിൻ്റെ താഴ്മ, യേശു കർത്താവിൻ്റെ വിധേയത്വത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഡെത്ത് ഓൺ ദ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് സ്പെസിഫൈ ചെയ്തത്? ഈ യേശു കർത്താവിൻ്റെ അനുസരണം എന്നങ്ങ് പറഞ്ഞു നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ അനുസരണം ഉണ്ടായിരുന്നു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുസരണത്തെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡെത്ത് ഓൺ ദ ക്രോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ആ ക്രൂശിലെ മരണമെന്ന് പറയുമ്പം എന്താണ്? സകലവും സഹിക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഉള്ളതായ മനോഭാവം, എല്ലാം മറക്കുവാനും പൊറുക്കുവാനും സഹിക്കുവാനും ക്ഷമിക്കുവാനും ഉള്ളൊരു മനോഭാവം. ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് ആർക്കും ആ ഒരു ലെവലിലേക്ക് ദാസൻ ദാസി എന്നുള്ളതായ, കർത്താവിൻ്റെ ദാസൻ ദാസി എന്നുള്ളതായ ആ ലെവലിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേരുവാൻ, അത് നമ്മളിതിൻ്റെ ഏതംശത്തിലാണ്, എത്ര പെർസെൻറ്റേജ് ഈ ദാസൻ അല്ലെങ്കിൽ ദാസി എന്നുള്ള ലെവലിൽ നമ്മൾ വളർന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ ഡെത്ത് ഓൺ ദ ക്രോസ്, അതായത് ഈ ക്രൂശിൽ അത്രയും നീചമായിട്ടുള്ളൊരു മരണം വരിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം സഹനം, അത്രത്തോളം ക്ഷമ, അത്രത്തോളം പൊറുക്കുവാനായിട്ടുള്ള കഴിവ്, സഹിക്കുവാനായിട്ടുള്ള കഴിവ്, ഈ മനോഭാവങ്ങൾ, ആരെയും ചീത്ത വിളിക്കുന്നില്ല, ആരെയും മോശമായിട്ട് പള്ളു പറയുന്നില്ല, ആർക്കെതിരെയും കംപ്ലൈൻ്റ് ഇല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം. അപ്പം രണ്ടാമത്തെ അധ്യായം, ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട ക്രിസ്തുയേശുവിൻ്റെ ഭാവം. ബീങ് എ സെർവൻറ്റ് വി നീഡ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഒരു ദാസനായിരിക്കണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം, ഹാവിങ് ദ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ മനോഭാവമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ആരും ഒരു സിംഗിൾ പെർസെൻറ്റേജ് പോലും ഈ ദാസൻ ദാസി എന്നുള്ളതായ ദാസ്യത്വത്തിലേക്ക് വളർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് അനിവാര്യമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം, ദാസൻ്റെ മനോഭാവം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആദ്യമേ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ചലഞ്ചാണ്. ബീങ് എ സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഗ്രേറ്റ് ചലഞ്ച് ബിഫോർ അസ്. നമ്മുടെ മുൻപിൽ ഒരു വലിയ ചലഞ്ച്. അപ്പം ദാസനാവുക എന്നുള്ളത് എളുപ്പമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് വളരെ അനിവാര്യമാണ്. ഇനി ദാസനാവണമെങ്കിൽ എന്തു വേണം? ക്രൂശിക്കപ്പെടണം. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദാസനാവണമെങ്കിൽ ക്രൂശിക്കപ്പെടണം. ക്രൂശിക്കപ്പെടുമ്പോഴാണ് അത് ആ ദാസൻ്റെ അല്ലെങ്കിൽ ദാസിയുടെ ആ ദാസ്യത്വത്തിൻ്റെ കംപ്ലീറ്റ് പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം നമ്മളൊരു സിവിയർ പെയിനിൽ കൂടെ, അല്ലെങ്കിൽ ഒരു സിവിയർ പെർസിക്യൂഷനിൽ കൂടെ, ഒരു സിവിയർ ട്രിബുലേഷനിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നാം ആരാണെന്ന് വെളിവാക്കപ്പെടുന്നത്. നമ്മളെ ഉപദ്രവിക്കുന്നവർ, നമ്മളെ കല്ലെറിയുന്നവർ, നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുന്നവർ, നമ്മളെ തേജോവധം ചെയ്യുന്നവർ, ഈ ഭൂമിയിൽ പല തരത്തിൽ, 100 കണക്കിന് തരത്തിലുള്ളതായ പ്രതികൂലങ്ങളായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആ സമയത്ത് നമ്മുടെ മനോഭാവം, നമ്മുടെ റിയാക്ഷൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ക്രൂശിലെ മരണത്തോളം എന്ന് പറഞ്ഞ് കർത്താവിനെ അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം, ആ ക്രൂശിലെ മരണത്തിലാണ് താൻ ഏറ്റവും കൂടുതൽ സിവിയർ പ്രോസിക്യൂഷനിൽ കൂടെ കടന്നുപോയത്. അതിനൊക്കെ മുമ്പേ തന്നെ വാക്കിൽ കൊടുക്കാനായിട്ടും തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും താൻ ഏറ്റവും കൂടുതൽ സിവിയർ പ്രോസിക്യൂഷൻ ഈ ക്രൂശ് മരണത്തോടുകൂടെയാണ് അനുഭവിക്കുന്നത്. അവിടെ പോലും യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, ബിഹേവിയർ എന്തായിരുന്നു? ഇതാണ് ഒരു ദാസൻ്റെ ആ അനുഭവത്തെ കാണിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് ഒരു ദാസനാവണമെങ്കിൽ, അല്ലെങ്കിൽ ദാസൻ എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് ദാസിയും ഉൾപ്പെടുന്നുണ്ട് എന്ന് ചിന്തിച്ചോണം. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വേറൊന്നുമില്ല, ക്രൂശിക്കപ്പെടൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രൂശിക്കപ്പെടുക എന്നുള്ളതായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു മുൾക്കിരീടവും 3 ആണിയും 1 കുന്തവും 40 ചാട്ടവാറടിയും നമുക്ക് ആവശ്യമാണ്. എന്തിന്? ദാസ്യഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ. ഐ റിപ്പീറ്റ്, 1 മുൾക്കിരീടവും 3 ആണിയും 1 കുന്തവും 40 ചാട്ടവാറടിയും നമുക്ക് ആവശ്യമാണ്
പരിപൂർണമായ ദാസ്യ മനോഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ. നമുക്ക് കാണാറുള്ളതല്ലേ, മെരുങ്ങാത്ത മൃഗങ്ങൾ, അവയെ മെരുക്കുവാൻ വേണ്ടി നാളുകൾ അതിൻ്റെ ട്രെയിനേഴ്സ് അതിനെ മെരുക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളിലെ മെരുങ്ങാത്ത മനോഭാവങ്ങളുണ്ട്, നമ്മുടെ പോലും കൺട്രോളിൽ നിൽക്കാത്ത മനോഭാവങ്ങൾ. ഈ മനോഭാവങ്ങൾ ദാസ്യത്വത്തിന് ചേർന്നതല്ല. അപ്പം ഈ മനോഭാവങ്ങളെ മെരുക്കുവാൻ, ഒരു ആനയെ മെരുക്കുവാൻ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ, വൈൽഡ് ആനിമൽസിനെ മെരുക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ട്രെയിനേഴ്സ് അതിനെ ഭയങ്കര സിവിയർ പണിഷ്മെൻറ്റ്സ് ഒക്കെ കൊടുത്താണ് അതിനെ ട്രെയിൻ ചെയ്ത് മെരുക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിപൂർണമായ ദാസ്യത്വത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുൾക്കിരീടവും 3 ആണിയും ഒരു കുന്തവും 40 ചാട്ടവാറടിയും ഉണ്ടെങ്കിൽ മാത്രമേ നാം ആരായിട്ട് മാറത്തുള്ളൂ? പെർഫെക്റ്റ് സെർവൻറ്റ് എന്നുള്ളതായ അനുഭവത്തിലേക്ക് ആയിത്തീരുകയുള്ളൂ എന്നുള്ളത് ഓർത്തുകൊള്ളാം. ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ മെരുക്കി പൗലോസ് ആക്കിയതുപോലെ ദൈവമക്കളെ, നാം വിചാരിച്ചാൽ നമ്മെ മെരുക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. നാം വിചാരിച്ചാൽ നമ്മെ മെരുക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനുമാണ് നമ്മെ മെരുക്കുവാൻ കഴിയുന്നത്. ഒരു മൃഗവും സ്വയമായിട്ട് മെരുങ്ങത്തില്ല. അവയെ മെരുക്കുവാനായിട്ട് ഒരു ട്രെയിനറെ ഏൽപ്പിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളാം. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഹീ ഈസ് അവർ ട്രെയിനർ. ആ ട്രെയിനറിൻ്റെ കീഴിൽ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ട് വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ബീയിങ് എ സെർവൻറ്റ് ഓഫ് ഗോഡ് വി മസ്റ്റ് ബി പിയേഴ്സ്ഡ് ബൈ ഹിസ് വേർഡ്. ദൈവ വചനത്തിൽ തുളയ്ക്കപ്പെട്ടവരായിരിക്കണം നാം ഓരോരുത്തരും എന്നുള്ളത് ഓർത്തുകൊള്ളണം. ദൈവവചനത്തിൽ നമുക്ക് പഴയ നിയമം പരിശോധിക്കുമ്പോൾ അറിയാം, കാത് തുളച്ചിട്ടുള്ളതായ ദാസന്മാരെ കുറിച്ച്. അതായത് ഒരു യജമാനൻ അടിമയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാത് തുളയ്ക്കും, അവൻ്റെ സ്വന്തമാണ് എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ട് കാത് തുളയ്ക്കുന്ന ദാസൻ. അതായത് കർത്താവിന് യജമാന സ്ഥാനവും മനുഷ്യന് സഹോദര സ്ഥാനവും നൽകിയവനാണ് യൂദ. നിങ്ങളിനിയും ആ യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്, ഇന്നത്തെ പഠനം അവസാനിക്കുവാൻ സമയമായല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ആ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള വേളയിൽ നമ്മൾ കാണുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ദാസനും പിന്നെ യൂദായുടെ യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കോണം, കർത്താവിന് യജമാന സ്ഥാനവും മനുഷ്യന് സഹോദര സ്ഥാനവും നൽകിയവനാണ് യൂദ എന്നുള്ളത് അവിടെ ഓർത്തുകൊള്ളാം. ഞാനിന്ന് ഒറ്റ വാക്യത്തിൻ്റെ ഒരു സെൻറ്റൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് മെയിൻലി സ്ട്രെസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചത് ദാസൻ എന്നുള്ളതായ ആ അനുഭവം. ആ ദാസൻ എന്ന് പറയുന്ന, യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് പറയുന്ന ഹൈ പ്രൊഫൈലിലേക്ക് എത്തിച്ചേരുവാൻ, ലോ പ്രൊഫൈലല്ല, അതൊരു ഹൈ പ്രൊഫൈലാണ്. ആ ഹൈ പ്രൊഫൈലിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ഹൈ പ്രൊഫൈലിലേക്ക് യൂദ എത്തിച്ചേരുകയാണ്. ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു, നാം എങ്ങനെ അറിയപ്പെടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കുക. പൗലോസ് പറഞ്ഞു, എബ്രായരിൽ എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഗമാലിയേലിൻ്റെ കീഴിൽ നിന്ന് പഠിച്ചവൻ, പരീശന്മാരിൽ ഒന്നാമൻ, ഇങ്ങനെയുള്ള പദവികളൊക്കെ പറഞ്ഞു. ആ ചോദ്യം നമ്മോട് ചോദിക്കുന്ന ഉടനെ നാം എങ്ങനെ അറിയപ്പെടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്? കുടുംബ പേരിലാണോ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? പിതാവിൻ്റെ പേരിലോ മാതാവിൻ്റെ പേരിലാണോ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നമുക്കുള്ളതായ പദവികളുടെ പേരിലാണോ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതോ നാം ചെയ്തു വെച്ചതായിട്ടുള്ള ചില പ്രവൃത്തികളുടെ പേരിലാണോ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതോ കർത്താവിൻ്റെ പേരിലാണോ നാം അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? തൻ്റെ സഹോദരൻ എന്ന് ഉള്ള ലേബലെടുത്തൊരു പ്രിവിലേജ് യൂദായിക്ക് എടുക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം യേശു കർത്താവിൻ്റെ ദാസനായിട്ട് മാത്രം അറിയപ്പെടുവാൻ ആഗ്രഹിച്ചു. ക്രിസ്തു നിമിത്തം എല്ലാം ഛേദമെന്നെണ്ണിയ പൗലോസിനെ പോലെ നമുക്കുമായി തീരുവാൻ തക്കവണ്ണം സർവശക്തൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യൂദായുടെ ലേഖനത്തിൻ്റെ 1ാമത്തെ ക്ലാസ്സിന് ഞാനിവിടെ വിരാമമിടുന്നു. തുടർന്നുള്ളതായ ദിവസങ്ങളിൽ ഈ വചനം തുടർന്ന് നമുക്ക് പഠിക്കുവാൻ സർവശക്തൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.